ലോക്കാക്കിയേ? ഞാൻ ലോക്കാക്കിണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ഒരു വാതിലിന് മുട്ടിയതുപോലെ പേടിച്ച് ഞാൻ കതടച്ചു. അതെ, അത് നിന്റെ അങ്കിളായിരിക്കും. പോടി പോടി. എന്തൊരു ചൂടാടോ. കറണ്ട് ഇനി എപ്പോഴാ വരിക? കറണ്ടിന് രാവിലെ വരുള്ളൂ. എന്താ? ഇവരുടെ ഒരു മോളുണ്ട്, റസീന എന്ന് പറഞ്ഞിട്ട്. നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ടോ? പണ്ട് നീ വന്നപ്പോ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. മറ്റേ ഭർത്താവിനൊപ്പം ഗൾഫിലുള്ള. ആ അതന്നെ. അങ്കിളും ആന്റി അവിടെയായിരുന്നു. അത് ഇവിടുത്തെ കറണ്ടുമായിട്ട് എന്താ ബന്ധം? അതായത് 1 വർഷം മുമ്പ് ഈ കുട്ടി അവിടെ വെച്ച് രാത്രി ഷോക്ക് അടിച്ച് മരിച്ചു അത്ര. ആ സംഭവത്തിന് ശേഷം അങ്കിൾ എവിടെയാണെങ്കിലും ആ രാത്രി അവിടുത്തെ ഫ്യൂസ് വെച്ചിരും. അല്ല, ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാനേ. അപ്പൊ ശരിക്കും ഭ്രാന്താണല്ലേ? ലൈറ്റായിട്ട്. അവളുടെ മരണശേഷം രണ്ടുപേരും മെന്റലി അപ്സെറ്റാ. മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാനാ രണ്ടുപേരും ഇവിടേക്ക് നാട്ടിലേക്ക് വന്നെ. അല്ല, ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ആന്റി മെഴുകുതിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ പറഞ്ഞതാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന്. നീ കുളിക്കണ്ടോ? ചൂട് മാറും. കുളിച്ചിട്ടിപ്പോ എന്തിനാ ഇത് തന്നെ ഇടാനല്ലേ? എന്റെ അടുത്തിട്ടോടൂ. വേണ്ട, നമുക്കേ വരുന്ന വഴിക്ക് വാങ്ങായിരുന്നു അല്ലേ? പക്ഷെ നമുക്ക് പ്ലാൻ ഇല്ലായിരുന്നല്ലോ. കുഴപ്പമില്ല, നാളെ വാങ്ങിക്കാം. ഞാൻ എന്തായാലും പുറത്ത് വരാന്തയിൽ പോയി കിടക്കാം. ഫാനില്ലാതെ ഇവിടെ കിടന്ന് എനിക്ക് ഉറക്കം വരില്ല. കാലിന് നല്ല വേദന. നീ ഇനി രാവിലെ അല്ലേ വരുള്ളൂ? ഞാൻ കിടക്കുക. നീ ഇത് ലോക്കാക്കാണോ? നീ വന്ന് വിളിച്ചാ മതി. ശരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. സ്വീറ്റ് ഡ്രീംസ്. എന്റെ മോളെ അങ്കിള് പാവാ. ഒരു മിനിറ്റ്. എന്റെ മോളെ അങ്കിള് പാവാ. അല്ല, ആ ബംഗാളി എന്റെ മുന്നിൽ വെച്ചിട്ടാ മരിച്ചു വിടുന്നത്. നീ കണ്ടോ അങ്കിള് കൊല്ലണേ? അങ്കിള് കൊല്ലണേ കണ്ടില്ല, പക്ഷെ ആള് മരിച്ചു നീ
എന്റെ മുന്നിൽ എന്റെ വെച്ചിട്ടാ മോളെ കൂൾ ഡൗൺ. ഈ ഇരുട്ടത്ത് നിനക്ക് തോന്നിയതായിരിക്കും. കൂൾ ഡൗൺ, കൂൾ.